ഏതൊരു പ്രൊഫഷനും ബുദ്ധിമുട്ടുള്ളതുപോലെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്കും ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ വയനാട് നമ്മൾ പോവുകയാണെങ്കിൽ തോൽപ്പട്ടിയും മുത്തങ്ങ എന്ന് പറയുന്ന രണ്ട് വൈൽഡ് ലൈഫ് സാങ്ച്വറികളിൽ പ്രധാനപ്പെട്ട സഫാരി എടുത്താൽ തന്നെ ഇഷ്ടംപോലെ ചിത്രങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. നാട് കാണിച്ചുരത്തിൻ്റെ പേര് മാറ്റിയിട്ട് മാലിന്യ ചുരന്നോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ചുരമൊക്കെ ആക്കേണ്ടി വരുമോ എന്നുള്ളൊക്കെ പേരുണ്ടായിരുന്നു. ചാലിയാർ പുഴയിലേക്ക് പോകുന്ന രണ്ട് പ്രധാന കൈവരികളും ഈ നാട് കാണിച്ചുരത്തും വന്നാണ് വരുന്നത്. ഈ മാലിന്യമൊക്കെ നിറഞ്ഞ വെള്ളമാണ് ഈ കോഴിക്കോട് വരെയുള്ള മനുഷ്യന്മാർ കൊടുക്കുന്നത്. 20 വർഷമായിട്ട് ക്യാമറയുമായി കാട് കയറുന്ന ഒരാൾ. കാടിനെ ക്യാമറ കണ്ണുകളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ച VM സാദിഖ് അലി നമ്മുടെ കൂടെ ഉണ്ട്. നമസ്കാരം സർ. താങ്ക് യു. വർഷങ്ങളായിട്ടുള്ള പ്രകൃതിയുമായി ഇണങ്ങിയ ജീവിതം, 7ാം ക്ലാസ് മുതൽ കാട് കയറി തുടങ്ങിയ ഒരാൾ. എങ്ങനെയാണ് ഈ കാടുമായിട്ടുള്ള ഒരു പ്രണയം അല്ലെങ്കിൽ ആ ഒരു താല്പര്യം വന്നത്? ഏകദേശം ഒരു 2000-ലൊക്കെ പഠിക്കുന്ന സമയത്ത്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഒരു നാച്ചുറൽ ക്യാമ്പയിൻ അറ്റൻഡ് ചെയ്യുന്നതാണ്. യുറീക്ക എന്ന് പറയുന്ന സ്കൂളുകളിലൊക്കെ ഉണ്ടാവും നാച്ചുറൽ ക്യാമ്പ്. അതിൽ അറ്റൻഡ് ചെയ്ത സമയത്ത് അവിടെ ഒന്ന് അധ്യാപകരാണ് നമുക്ക് ഓരോ പാഠങ്ങളൊക്കെ പറഞ്ഞത്. അതിനുശേഷമാണ് നമ്മൾ കാടിനെ കാണുകയും നിരീക്ഷിക്കുകയൊക്കെ തുടങ്ങി. പൂമ്പാറ്റയെയും അതുപോലെ കിളികളെയും കാണുകയും അതിനെ നിരീക്ഷിക്കുകയൊക്കെ തുടങ്ങി. നിരന്തരമായിട്ട് വീട്ടിൽ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്തു. അതിൻ്റെ ഇതിലാണ് എനിക്ക് ഒരു ക്യാമറ വാങ്ങി തരുന്നത്, ഒരു ഫിലിം ക്യാമറ വാങ്ങി തരുന്നത്. അപ്പോൾ നമ്മൾ ഈ പുസ്തകങ്ങളിലൊക്കെ കാണുന്നതും നാഷണൽ ജോഗ്രഫിയും കുറേ മാഗസിൻസൊക്കെ ഉണ്ട്, പത്രങ്ങളിൽ കാണുന്നതൊക്കെ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ളതിൻ്റെ പുറത്താണ് നമ്മൾ ഫോട്ടോഗ്രാഫി എടുത്ത് തുടങ്ങുന്നത്. അങ്ങനെ ഒരു 3 വർഷത്തെ നിരീക്ഷണത്തിനും ഒക്കെ ശേഷമാണ് ക്യാമറ കൈ കിട്ടുന്നത്. പിന്നീട് നമ്മൾ പോകുന്ന സമയത്ത് ക്യാമറയും കൊണ്ട് പോകാൻ തുടങ്ങി. അങ്ങനെയാണ് ഫോട്ടോഗ്രാഫി ചെയ്തു തുടങ്ങുന്നത്. ഏതെങ്കിലും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറെ ഫോളോ ചെയ്യുന്നുണ്ടോ? നമ്മൾ കുറേ ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാവരെയും കാണുന്ന ഓരോരുത്തരും എടുക്കുന്നതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങളാണ്. ഓരോരുത്തർക്കും കിട്ടുന്ന പടം എന്ന് പറയുന്നതും വ്യത്യസ്തമായിട്ടുള്ള പടങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഫ്രെയിമായിരിക്കില്ല അവർക്ക് കിട്ടുന്നത്. അപൂർവമായിട്ടുള്ള ഒരുപാട് ജീവജാലങ്ങളുടെയും പ്രകൃതിയുടെ ഭംഗിയൊക്കെ അവർക്ക് കിട്ടുന്ന സമയത്ത് ഉറപ്പിട്ടും നമ്മളവരെ നിരീക്ഷിക്കുകയും ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യും. അത് ചെറിയ കുട്ടിയാണെങ്കിലും വലിയ മുതിർന്ന ആളാണെങ്കിലും ഒക്കെ ഒരേപോലെ നമ്മൾ കാണുന്നത്. വ്യത്യസ്തമായിട്ടുള്ള അറിവുകളല്ലേ ഓരോരുത്തരും തരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലും നമ്മൾ അവരെ ഫോളോ ചെയ്യും. ഇപ്പോൾ 20 വർഷത്തോളം ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫി ജീവിതം. അപ്പോൾ താങ്കളെ പോലെയുള്ള ആളുകളെ കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകളോട് എന്താണ് പ്രത്യേകമായിട്ടൊരു നിർദ്ദേശം എന്ന രീതിക്ക് പറയാനുള്ളത്? ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഏറ്റവും ക്ഷമ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. മറ്റുള്ള പ്രൊഫഷനും പോലെയൊന്നുമില്ല. എല്ലാ ജോലിക്കും ബുദ്ധിമുട്ടുള്ളതുപോലെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്കും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ക്ഷമയൊക്കെ അനുസരിച്ചിട്ട് മാത്രമാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ ഓരോ സമയത്തും ഓരോ സ്ഥലത്ത് പോകുന്ന സമയത്തും വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ് ഉണ്ടാവുക. ഇന്ന് പോയ സ്ഥലത്ത് നാളെ വേറൊരു കാഴ്ചയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നല്ല ക്ഷമയുള്ള ആളുകളുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാടുണ്ടായാലും മാത്രമാണ് ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റുള്ളൂ, പ്രത്യേകിച്ച് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കാടുണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി എന്തിനു വേണം? ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിന് വേണം. അപ്പോൾ അതിനും കൂടെ ഉള്ളൊരു ശ്രമം നടത്തുക. ഫോട്ടോഗ്രാഫി മാത്രമല്ല ചെയ്യേണ്ടത്, ഒരു കൺസർവേഷൻ ആസ്പെക്റ്റിൽ വേണം എപ്പോഴും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ സംരക്ഷണം കൂടി ഇതിൻ്റെ ഉദ്ദേശമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ചെറുപ്പം മുതലേ കാട്ടിലേക്ക് പോകുക, വന്യമൃഗങ്ങളുടെ ഫോട്ടോ എടുക്കുക, അതിനൊക്കെ വീട്ടിൽ നിന്ന് എങ്ങനെയായിരുന്നു ഒരു സപ്പോർട്ട്? സ്വാഭാവികമായിട്ട് അവർക്കൊരു ടെൻഷൻ, പേടിയൊക്കെ കാണില്ലേ? ഇല്ല, അങ്ങനെ പേടിയില്ലാത്തത് കൊണ്ടാണ് എനിക്ക് ക്യാമറ ഒക്കെ അവർ വാങ്ങിച്ചത്. നമ്മൾ ഈ പത്രങ്ങളിലും അല്ലെങ്കിൽ ഈ TV-യിലൊക്കെ കാണുന്ന ചിത്രങ്ങളൊക്കെ കാണുന്ന സമയത്ത് നിരന്തരമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് നമ്മൾ ആദ്യമായിട്ട് കാടിനെ കുറിച്ച് കണ്ടൊക്കെ അറിയുന്നത്. അപ്പോൾ അന്ന് മുതലേ ഞാൻ പറയുമായിരുന്നു. അപ്പോൾ 3 വർഷം നിരന്തരമായിട്ട് ശല്യപ്പെടുത്തിയ സമയത്താണ് എനിക്ക് ക്യാമറ കിട്ടുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മളിതൊരു നല്ലൊരു ഉദ്ദേശത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള മനസ്സിലായതിന് ശേഷമാണ് ഇത് ചെയ്തത്. നമ്മൾ ആ സമയത്തൊന്നും വലിയ കാട്ടിലേക്കൊന്നും നമ്മൾ പോകില്ല കേട്ടോ. അതാണ് ഒന്നാമത്തെ പാഠം. പിന്നെ നമ്മൾ വീടിൻ്റെ കൂടെ അടുത്ത് തന്നെ നിലമ്പൂർ ചന്തക്കുന്ന് ബംഗ്ലാമുന്ന് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ നമ്മൾ ക്യാമറ ആയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എൻ്റെ ക്യാമറയിലേക്ക് ആദ്യം ഒരു വൈൽഡ് അനിമൽ വരുന്ന ഒരു കുരങ്ങൻ്റെ ഫോട്ടോ. ക്യാമറ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ക്യാമറയുടെ മുൻപിലേക്ക് ചാടുന്നൊരു ചിത്രമാണ്, ഒരു വൈൽഡ് അനിമലിൻ്റെ ചിത്രം എടുക്കുന്നത്.
അതിൻ്റെ മുൻപ് അതിൻ്റെ പുറമെ നമ്മൾ എന്ത് ചെയ്യും, വീട്ടിൽ പാടൊക്കെ ഉണ്ട്, വരമ്പിലൂടെ ഉപ്പാൻ്റെ കൂടെ ഒന്നും രാവിലെ പോകുന്ന സമയത്ത് അവിടെ കിളികൾ ഇതിനൊക്കെ കാണുന്നൊക്കെ ഫോട്ടോ എടുക്കും. അങ്ങനെയാണ് ഒരു സമയത്ത് ഒരു മരത്തിൻ്റെ മുകളിൽ, ഒരു മാവിൻ്റെ മുകളിൽ 2 വണ്ടുകൾ എണ്ണ ചേരുന്ന ഒരു കാഴ്ച കാണുന്നത്. അപ്പോൾ ഉപ്പയാണ് എനിക്ക് കാണിച്ചത്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ 2 വണ്ടുകളുണ്ട്. അപ്പോൾ ഞാൻ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിരുന്നു. അപ്പോൾ അവർക്കിങ്ങനെ താല്പര്യം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഫോട്ടോ എടുക്കുന്ന ഈ ഒരു സ്റ്റേജ് വരെ എത്തിപ്പെടാൻ കഴിഞ്ഞത്. പേരൻസിൻ്റെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ്. നമ്മൾ വേറെ രൂപത്തിലേക്കൊന്നും പോവില്ല എന്നുള്ള മനസ്സിലായത് കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ നമ്മൾ വിട്ടത്. അപ്പോൾ ഞാനും പേഴ്സണലി ഫോട്ടോഗ്രാഫിയും പിന്നെ കാടും യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഒരു തുടക്കക്കാരി എന്ന നിലയിൽ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ കാട് നമ്മുടെ അടുത്ത് കേരളത്തിൽ അങ്ങനെ ഒന്ന് പോകാൻ പറ്റിയത് ഏതാണ്, നിങ്ങൾ എൻ്റെ അടുത്ത് പറയും? കേരളത്തിൽ ഒരുപാട് പ്ലേസുകളുണ്ട്. ഇപ്പോൾ വയനാട് നമ്മൾ പോവുകയാണെങ്കിൽ തോൽപ്പട്ടിയും മുത്തങ്ങ എന്ന് പറയുന്ന 2 വൈൽഡ് ലൈഫ് സാങ്ച്വറികളിൽ പ്രധാനപ്പെട്ട സഫാരി എടുത്താൽ തന്നെ ഇഷ്ടംപോലെ ചിത്രങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. ഫോട്ടോഗ്രാഫിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറ നിർബന്ധമായിട്ട് ആളടുത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. പിന്നെ പോകാൻ പറ്റുന്നൊരു സ്ഥലം, ഏറ്റവും വൈൽഡ് ലൈഫിനെ കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് സംവിധാനങ്ങളുണ്ട് സഫാരിയൊക്കെ പോകാനും ട്രക്കിങ്ങിനൊക്കെ ഉള്ള സംവിധാനങ്ങളുണ്ട്. പിന്നെ പെരിയാർ ടൈഗർ റിസർവ് പോയിട്ടുള്ള സ്ഥലങ്ങൾ പോകാം, ഗവി പോകാൻ പറ്റും. ഇങ്ങനെ പ്രധാനപ്പെട്ട ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, വൈൽഡ് ലൈഫ് കാണാനൊക്കെ ഏറ്റവും പോസിബിളായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇതിൽ പ്രത്യേകം മനസ്സിലാകുന്നത് ഒറ്റ പോക്കിൽ തന്നെ ചിലപ്പോൾ നമുക്ക് എല്ലാം കിട്ടിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ ഒന്നും കിട്ടാതൊക്കെ വരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നല്ല ക്ഷമയോട് കൂടിയിട്ട് പോവുകയാണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക, നല്ല ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു പൂമ്പാറ്റയൊക്കെ കിട്ടിയിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഒരു കിളിയെ കിട്ടിയിട്ടായിരിക്കും വരുന്നത്. നമ്മൾ ഓരോ സമയത്തും ഇതൊരു ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിൽ വേണം പോകാൻ വേണ്ടിയിട്ട്. പോകുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ പറ്റുന്നൊരു സാധനം, നമ്മൾ നല്ല എഴുത്തുകൾ എഴുതുക എന്നുള്ളതാണ്, നല്ല ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ തുടക്കക്കാരാണ് എന്നുള്ള നിലക്ക് നല്ല പഠനങ്ങൾ നടത്തുക. ധാരാളം പുസ്തകങ്ങളുണ്ട്, പുസ്തകങ്ങൾ വായിച്ചിട്ട് പഠിക്കുക എന്നുള്ളതാണ്. സാധാരണ ഈ ഒരു ഫീൽഡ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആളുകൾ സുവോളജിയൊക്കെ പഠിച്ച ആളുകൾക്കാണ്, വൈൽഡ് ലൈഫും സുവോളജിയൊക്കെ പഠിച്ച ആളുകൾക്കാണ്. പലപ്പോഴും ആർട്സ് സബ്ജക്റ്റൊക്കെ പഠിക്കുന്ന ആളുകളാണ് എന്ത് വരുന്നത്, ഈ ഒരു മേഖലയിലേക്ക് വരുന്നത്. ഫോട്ടോഗ്രാഫിയോടൊക്കെ ഉള്ള ഇഷ്ടം കൊണ്ടായിരിക്കും, അവർക്ക് തുടക്കത്തിൽ അറിയാത്തത് കൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റുന്നത് ലൈബ്രറിയൊക്കെ റെഫർ ചെയ്യുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഗൂഗിളിലൊക്കെ ബുക്കുകളൊക്കെ അവൈലബിൾ ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അനിമൽസിൻ്റെ ബിഹേവിയർ പഠിക്കാനുള്ളൊരു ശ്രമം നടത്തുക. ഇത്തരത്തിൽ ബിഹേവിയർ പഠിക്കാനുള്ളൊരു ശ്രമം നടത്തിയാൽ ഫോട്ടോഗ്രാഫി സ്മൂത്തായിട്ട് നമുക്ക് കൊണ്ടുപോകാനും പറ്റും, പക്ഷേ അനിമൽസിനെ അറിയാനും പറ്റും. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ ശ്രദ്ധിക്കേണ്ടത് അനിമൽസിൻ്റെയും മൃഗങ്ങളെയും അതുപോലെ കിളികളെയൊക്കെ ബിഹേവിയർ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ഇതിലേറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ. യാത്രകളും യാത്രാവിവരണങ്ങളൊക്കെ എഴുതി വെക്കുക. ഒരുപാട് മാഗസിൻസ് ഉണ്ട്, ഒരുപാട് നെറ്റ്വർക്കുകളുണ്ട്, ഒരുപാട് മീഡിയകളുണ്ട്. ഇവർക്കൊക്കെ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. നല്ല ആർട്ടിക്കിളാണെങ്കിൽ ഇവരൊക്കെ പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്യും. ഇപ്പോൾ ഫോട്ടോഗ്രാഫി ഒരു ഉപജീവന മാർഗമായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ? അതിന് എത്രത്തോളം വെല്ലുവിളികൾ നേരിടുന്നില്ലേ? ഏതൊരു പ്രൊഫഷനും ബുദ്ധിമുട്ടുള്ളതുപോലെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്കും ബുദ്ധിമുട്ടുണ്ട്. എല്ലാ വിഷയത്തിലും ഏതൊരു മേഖലയിലേക്കും ആളുകളെ വേണ്ടത് എന്ന് പറയുന്നത് എക്സ്പേർട്ടായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നമ്മൾ എക്സ്പേർട്ടായിട്ടുള്ള ആളുകളാവുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക്. ഇതിൽ ഞാൻ ഏകദേശം 20 വർഷത്തോളം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ഓക്കെ ആണ് എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു പ്രൊഫഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് പോവില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, നല്ല എഴുത്തുകൾ എഴുതുക. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു സാധനം നല്ല എഴുത്തുകൾ എഴുതുക, നല്ല സ്റ്റോറി ബിൽഡ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കുക, കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടായിരിക്കുക, ഓരോ പേരുകളൊക്കെ പഠിക്കുക, വ്യത്യസ്തമായിട്ടുള്ള ആംഗിളുകളിൽ ഫോട്ടോ എടുക്കാനുള്ള ഇതുണ്ടായിരിക്കുക. ധാരാളം ഓപ്പർച്യൂണിറ്റികളുണ്ട്. നാഷണൽ ജോഗ്രഫി ഉണ്ട്. എത്ര വർഷമായി നാഷണൽ ജോഗ്രഫി തുടങ്ങിയിട്ട്? നമ്മൾ ചിന്തിച്ചാൽ മതി. ഡിസ്കവറി ചാനലുണ്ട്, ആനിമൽ പ്ലാനറ്റ് ഉണ്ട്, BBC പ്ലാനറ്റ് അടുത്തുണ്ട്. ഇൻ്റർനാഷണൽ മീഡിയ മാത്രമായിട്ട് അത് പറയുന്നത്. അതിൻ്റെ പുറമെ എത്ര മാഗസിൻസ് ഉണ്ട്. നമ്മളൊരു കടയിലേക്ക് പോകുന്ന സമയത്ത്, ഒരു പുസ്തകം വാങ്ങിക്കുന്ന സമയത്ത് ഒരിക്കലും അതിൻ്റെ കണ്ടൻറ്റ് വായിച്ചിട്ടായിരിക്കില്ല പുസ്തകങ്ങൾ വാങ്ങിക്കുക. ആ കവർ ചിത്രങ്ങൾ കണ്ടിട്ട് മാത്രമാണ്. ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫേഴ്സിന് അല്ലെങ്കിൽ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിന് എത്ര ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് ഓരോ കടകളിൽ പോകുന്ന സമയത്തും നമ്മൾ ആ പുസ്തകങ്ങൾ കാണുന്ന സമയത്ത്, ഒരു ബുക്ക് സ്റ്റാളിൽ പുസ്തകങ്ങൾ കാണുന്ന സമയത്ത് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ പ്രൊഫഷന് നമ്മൾ ഏരിയ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇതിൽ ഈ പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ധാരാളം ഓപ്പർച്യൂണിറ്റികളുണ്ട്. ഈ ഓപ്പർച്യൂണിറ്റികളെ നമ്മൾ ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതൊരു പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുക്കാം. ഞാനതൊരു പ്രൊഫഷനായിട്ടാണ് ചെയ്യുന്നത്.
പിന്നെ അതിൻ്റെ പുറമെ ഞാൻ കുറേ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനൊരു സ്ഥലത്ത് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട്, ഇങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രം വർക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടും ഒക്കെ ഞാൻ പല ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. ഞാനൊരു കർഷകനാണ്. ഞാൻ ഭയങ്കര അഭിമാനത്തോടെ പറയുന്ന സാധനം, ഞാനൊരു കർഷകനാണ്. എനിക്കൊരു IT ഫേം ഉണ്ട്, സൈബർ പാർക്കിൽ എനിക്കൊരു IT ഫേം ഉണ്ട്. ഞാനതിൻ്റെ ചെയർമാനാണ്. ഞാൻ അധ്യാപകനായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ കൊണ്ടുനടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അധ്യാപന ജോലി എല്ലാ സ്കൂളുകളിലും കോളേജുകളിലേക്കും എത്തിപ്പിക്കുക എന്നുള്ളൊരു ടാസ്ക്കാണ് ഞാൻ ചെയ്യുന്നത്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും നമ്പർ 1 ആയിട്ട് ചെയ്യുന്ന സാധനം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി, കൺസർവേഷൻ ആക്ടിവിറ്റികളൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ധാരാളം NGOs ഉണ്ട്. ഈ NGOസിലൊക്കെ ധാരാളം ഓപ്പർച്യൂണിറ്റികളുണ്ട്. ഈ ഓപ്പർച്യൂണിറ്റിയൊക്കെ കണ്ടെത്തുക എന്നുള്ളതൊക്കെയാണ് ഒരു സ്ഥലത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. UNEP ഒക്കെ ചെയ്യുന്നത്, UN പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നത്, WWF ഒക്കെ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നത് ഇത്തരം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ടായതുകൊണ്ടാണ്. അവരുടെ ആക്ടിവിറ്റിയൊക്കെ നടന്നു പോകുന്നത്. ഏതെങ്കിലും ഒരു ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് ചെയ്യുക. ഇപ്പോൾ അനിമൽസിന് മാത്രം ചെയ്യുകയാണെങ്കിൽ അനിമൽസിന് മാത്രം ചെയ്യുക. അതിലുള്ള പഠനങ്ങൾ നടത്തുക. ക്ലൈമറ്റ് ചേഞ്ചിൽ എങ്ങനെയാണ് അത് കണക്ട് ചെയ്യുന്നത് എന്നുള്ള പഠനങ്ങളൊക്കെ നടത്തിയിട്ട് ഒരു ഫോട്ടോഗ്രാഫർ എപ്പോഴും എന്ത് വേണം, ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എപ്പോഴും ഒരു റിസേർച്ച് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് ചെയ്യണം. ഒരു ഫോട്ടോ എടുക്കുന്ന ആൾ മാത്രം ആവരുത് എന്നുള്ളൊരു ഇതാണുള്ളത്. ഇതൊരു ഉപജീവന മാർഗമായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നല്ലൊരു മേഖലയാണ്. ഇതിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. റീസെൻ്റായിട്ട് നിങ്ങളുടെ ഇടപെടൽ കൊണ്ടാണ് നാടുകാണി ചുരത്തിലെ ഒരു പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് അധികാരികളിലേക്ക് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പ്രശ്നം ഇത്രയും രൂക്ഷമായിട്ട് അവിടെ ഉണ്ട് എന്നുള്ള ഒരു ഇത് അധികാരികളിലേക്ക് എങ്ങനെയാണ് എത്തിച്ചത്? നമ്മൾ ഒരുപാട് വർഷം പറഞ്ഞാൽ കറക്റ്റ് പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് 28 നമ്മളവിടെ ഒരു മാസ് ക്ലീനിങ് ക്യാമ്പയിനിങ് ചെയ്തിരുന്നു. അതിൻ്റെ മുൻപായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിങ്ങനെ പറഞ്ഞിരുന്നു. നമ്മൾ നിരന്തരമായിട്ട് യാത്ര ചെയ്യുന്നൊരു റൂട്ടാണ്. നിലമ്പൂരുകാരൊക്കെ പ്രത്യേകിച്ചും, അല്ലെങ്കിൽ ഈ പരിസര പ്രദേശത്തുള്ള ആളുകളൊക്കെ ഊട്ടിയിലേക്കും മൈസൂരിലേക്കൊക്കെ പോകുന്നത്, മലപ്പുറം ജില്ലയിൽ നിന്നൊക്കെ അധികം ആളുകളും പോകുന്നത് ഈ ഒരു റൂട്ട് ഉപയോഗിച്ചാണ് പോകുന്നത്. അതിലൂടെ നമ്മളൊക്കെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യാറുണ്ട്. ആഴ്ചയിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ എങ്ങനെ നമ്മൾ യാത്ര ചെയ്യും. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സും കൂടി ആയതുകൊണ്ട് മുതുമലയും അല്ലെങ്കിൽ ബന്ദിപ്പൂരൊക്കെ പോകുന്നത് ഈ റൂട്ട് വഴി നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ നിരന്തരമായിട്ട് അതിൽ കാണുന്നത് മാലിന്യം നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു മാസ് ക്ലീനിങ് ക്യാമ്പയിന് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്തുക്കളുണ്ട്, റാഷിയും ഫവാസും അജ്മലൊക്കെ ഉണ്ട്. അവരോട് പറഞ്ഞു നമുക്കിങ്ങനെ ചെയ്താലോ ചോദിച്ചു. അപ്പോൾ അതിൽ 2 പേര്, അജ്മലും ഫവാസും മമ്പാട് കോളേജിലും അമൽ കോളേജിലെ അധ്യാപകരാണ്. അപ്പോൾ അവർ അവിടുത്തെ കുട്ടികൾ റെഡിയാവാം, അവർ റെഡിയാണ്. അപ്പോൾ നമ്മൾ ആരും ഇതിന് വരില്ല എന്നൊക്കെ വിചാരിച്ച് നമുക്കങ്ങനെ എന്ത് ചെയ്ത് ഓഗസ്റ്റ് 28 എന്നുള്ളൊരു ഡേറ്റ് ഞങ്ങൾ കണ്ടു, 2022 കേട്ടോ. അങ്ങനെ നമ്മളൊരു മാസ് ക്ലീനിങ് പരിപാടി തുടങ്ങാൻ നമുക്ക് പറഞ്ഞിട്ട് അങ്ങനെ അന്ന് തുടങ്ങി. ഏകദേശം അന്ന് 500ഓളം ആളുകളെ വന്ന്. അതിൽ വിദ്യാർത്ഥികളുണ്ടായിരുന്നു, പൊതുജനങ്ങളുണ്ടായിരുന്നു, പിന്നെ മതരാഷ്ട്രീയ പ്രമുഖരുണ്ടായിരുന്നു, ഇങ്ങനെ പൊളിറ്റിക്കൽ ആളുകളുണ്ടായിരുന്നു, ഇങ്ങനെ കുറേ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, കുറേ ആളുകൾ വന്നു. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത സമയത്ത് 2 മണിക്കൂറാണ് നമ്മൾ ക്ലീൻ ചെയ്തന്ന്. അതിൽ നമുക്ക് 1250 കിലോഗ്രാം മാലിന്യം കളക്ട് ചെയ്ത് അതിൽ 800 കിലോഗ്രാമും ഡയപ്പേഴ്സ് മാത്രമായിരുന്നു. അപ്പം നമ്മൾ ആദ്യം വിചാരിച്ച് നമ്മളിത് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ആളുകൾ ഇത് ഇടില്ല എന്ന് നമ്മൾ വിചാരിച്ച്. പിന്നെ ഞങ്ങൾ അന്ന് രാത്രി ക്ലീനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് രാത്രി ഞാനും എൻ്റെ ഫ്രണ്ടുണ്ട് റാഷി, ഞങ്ങൾ കൂടെ വെറുതെ നാടുകാണി ചുരം നമ്മൾ ക്ലീൻ ചെയ്ത് നോക്കുന്നു പോയിട്ട് കാണാമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ആളുകൾ ഇതേപോലെ ഇടുന്നുണ്ട്. അപ്പം ക്ലീനിങ് ചെയ്യുക എന്നുള്ളത് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരമില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പം ഞങ്ങൾ നിരന്തരമായിട്ട് അതിലൂടെ പോകുന്ന സമയത്ത് ഈ ആനയൊക്കെ മാലിന്യം കഴിക്കുന്നു, പ്ലാസ്റ്റിക് കഴിക്കുന്ന കണ്ടു. ഈ കനോപ്പിയിൽ മാത്രം നിൽക്കുന്ന, കാടുകളിലെ മുകളിൽ ഏറ്റവും മുകളിൽ മാത്രം നിൽക്കുന്ന, ലോകത്തിലെ ഏറ്റവും അപൂർവമായിട്ടുള്ള സിംഹവാലം കുരങ്ങൊക്കെ ഉണ്ട്. ഈ സിംഹവാലം കുരങ്ങ് പ്ലാസ്റ്റിക് കുപ്പിയായിട്ട് നിൽക്കുന്ന ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ഈ കുരങ്ങൊക്കെ മാലിന്യം കഴിക്കുന്നുണ്ട്. മറ്റുള്ള അതിൽ പോകുന്ന ജീവജാലങ്ങളൊക്കെ മാലിന്യം കഴിക്കുന്നതും പ്ലാസ്റ്റിക് കഴിക്കുന്നതുമാണ് കാണുന്നത്. അപ്പം നമ്മളിങ്ങനെ അതിലൂടെ യാത്ര ചെയ്ത സമയത്ത് നാടുകാണി ചുരത്തിൻ്റെ പേര് മാറ്റിയിട്ട് മാലിന്യ ചുരന്നോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ചുരമൊക്കെ ആക്കേണ്ടി വരുമോ എന്നുള്ളൊക്കെ പേടിണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നാടുകാണി ചുരമൊക്കെ പൊട്ടിയിരുന്നു, നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും ചിലപ്പോൾ. അങ്ങനെയാണ് പ്രളയത്തിൻ്റെ ഒക്കെ ഒരു കാരണം ഈ നാടുകാണി ചുരത്തിൽ ഇങ്ങനെ മാലിന്യമൊക്കെ നിറഞ്ഞു നിൽക്കുന്നതാണെന്നില്ലേ നമ്മൾ മനസ്സിലാക്കുക. ഓരോ സമയത്തും അതിൻ്റെ പഠനങ്ങളൊക്കെ നടത്തി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ തെളിവുകളൊക്കെ ആദ്യം ശേഖരിച്ചു.
എന്തൊക്കെ ഇഷ്യൂസാണ്, എത്ര മാലിന്യമുണ്ട് അവിടെ, ഓരോ ദിവസവും ആരൊക്കെ ഇടുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ വീട്ടിലെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ച സമയത്ത് ഞങ്ങൾ കണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു മഴക്കാലം വരുന്ന സമയത്ത് ഈ മാലിന്യമൊക്കെ എന്ത് ചെയ്യുന്നത്, ഇവരൊക്കെ വീട്ടിലേക്കാണ് പോകുന്നത്. നമ്മളവിടെ ആ പരിസര പ്രദേശമൊക്കെ അന്വേഷിച്ച സമയത്ത് കോളറയും മഞ്ഞപ്പിത്തൊക്കെ പോലെയുള്ള അസുഖങ്ങളൊക്കെ ആ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്നുണ്ട്, ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം നമ്മളതിൻ്റെ ഒരു പഠനം നടത്തിയ സമയത്ത് ചാലിയാർ പുഴയിലേക്ക് പോകുന്ന 2 പ്രധാന കൈവരികളും ഈ നാടുകാണി ചുരത്തുമെന്നാണ് തുടങ്ങുന്നത്. ഈ മാലിന്യമൊക്കെ നിറഞ്ഞ വെള്ളമാണ് ഈ കോഴിക്കോട് വരെയുള്ള മനുഷ്യന്മാർ കുടിക്കുന്നത്. ചാലിയാർ കോഴിക്കോട് വരെ വരുന്ന പുഴയാണ്, അറിയണ്ടായിരിക്കും. അപ്പം നമ്മളിത് കൃത്യമായിട്ട് എന്ത് ചെയ്തു, ഇതിൻ്റെയൊക്കെ ഡോക്യുമെൻറ്റേഷൻ ചെയ്ത് അധികാരികളെ അറിയിച്ചു. മുഖ്യമന്ത്രി മുതൽ ഓരോ DF അങ്ങനെ ഓരോ പ്രധാനപ്പെട്ട ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ നമുക്ക് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകളെ കണ്ടു. അപ്പം പല സമയത്തും എല്ലാവർക്കും നല്ല മറുപടി അല്ല നമുക്ക് കിട്ടുന്നത്. ചില ആളുകൾ ഇതിനൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു ആക്ഷൻ എടുക്കുന്നില്ല. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഫേസ്ബുക്കിൽ മലപ്പുറം ജില്ലാ കളക്ടറെ പേഴ്സണൽ ഇതുണ്ട്, ഫേസ്ബുക്ക് പ്രൊഫൈലുണ്ട്. ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു, സാർ ഇങ്ങനൊരു വിഷയം നടക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, നമ്മളത്തതിൻ്റെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, സാറിനൊന്ന് നേരിട്ട് വന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. സാറ് പെട്ടെന്ന് നമുക്ക് റിപ്ലൈ തന്നു, എന്നാൽ നാളെ വരും എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ തന്നു. ആ പിറ്റത്തെ ദിവസം തന്നെ നമ്മൾ പോയിട്ട് കലക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മളൊരു PPT പ്രസൻറ്റേഷനൊക്കെ ആയിട്ടാണ് പോയിരുന്നത്. ഓരോ സാധനങ്ങളും കലക്ടറോട് പറയുന്ന സമയത്ത് സാറിന് കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു, എങ്ങനെയാണ് അനിമൽസ് കഴിക്കുന്നത്, ഇത്തിരി ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പം അന്ന് കലക്ടർ ഒരു ആക്ഷൻ എടുത്തു. ഈ തൊട്ടടുത്തുള്ള പഞ്ചായത്തിൽ നിന്നൊക്കെ ആളുകളെ വിളിച്ചു, പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ വിളിച്ചു കണ്ട് അവരൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു. ഇങ്ങനെയൊക്കെ ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കണ്ടക്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ടത്, ആദ്യം നമുക്കൊരു പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ് അവിടെ നിർമ്മിക്കാം. അതിൻ്റെ ചെറിയൊരു ആക്ഷൻ മാത്രമേ കേട്ടോ ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഒരു പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ് നിർമ്മിക്കാം, പിന്നീട് അവിടെ ക്യാമറ വെക്കാനുള്ള സംവിധാനം ചെയ്യാം, ഫൈൻ നടപടികളിലേക്ക് പോകാം. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. ഇപ്പോൾ അവിടെ ഫസ്റ്റ് ടൈം വന്നിട്ടുള്ളത് ഒരു പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റാണ്. അതിൽ ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട്. റീക്യാപ്ചർ എർത്ത് എന്ന് പറയുന്ന ഒരു ടീമുണ്ട് ഞങ്ങൾക്ക്. ആ ടീം വെച്ചും കണ്ടാണ് നമ്മളിപ്പോൾ അതിൻ്റെ ആക്ഷൻസ് ചെയ്യുന്നത്. തൊട്ടടുത്തുള്ള ജില്ലയായിട്ടുള്ള നീലഗിരി ജില്ല ഉണ്ട് തമിഴ്നാട്ടിൽ, അവർ അങ്ങോട്ട് പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും കൊണ്ടുപോയാൽ 1000 രൂപയാണ് പിഴ. അപ്പോൾ ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ ഈ നാടുകാണി ചുരത്തിലിട്ടിട്ടാണ് എന്ത് ചെയ്യുക, ഇതൊക്കെ പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് നമ്മൾ ചെയ്തൊരു പണി എന്ന് പറയുന്നത്, ഇവിടെ പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ് ഇപ്പോൾ ഈ ജൂലൈ 17-ാം തീയതിയാണ് അതിൻ്റെ ഇനാഗുറേഷൻ കഴിഞ്ഞത്. ഒരു മാസക്കാലം ആളുകളെ ബോധവൽക്കരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. അതിൽ വൈക്കടവ് പഞ്ചായത്താണ് നമുക്ക് ഒരു ഹെൽപ്പ് ചെയ്തത്. അവരെ മുൻനിർത്തിയും കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ആക്ഷൻ പരിപാടികൾ ചെയ്യുന്നത്. ജില്ലാ കളക്ടർ വിനോദ് സാർ ഈ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇത് വന്നത്. അപ്പം എല്ലാവർക്കുള്ള അധികാരങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആക്ഷൻ ഉണ്ടാവും. അപ്പം ഇത് നമ്മൾ ഒരാൾ ഇടപെട്ടിട്ട് ഇങ്ങനെ ഇത് ഇവിടെ പരിഹരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും ഇടപെടുകയാണെങ്കിൽ കേരളത്തിലുള്ള ഒരുവിധം ഇഷ്യൂസൊക്കെ പരിഹരിക്കാൻ പറ്റും. നോട്ട് ഓൺലി നാടുകാണി, കേരളത്തിൽ ഏകദേശം 16 ചുരങ്ങളുണ്ട്. അതിലൊരു ചുരം മാത്രമാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയത്. നമ്മൾ അടുത്തൊരു ആക്ഷൻ എന്ന് പറയുന്നത് കേരളത്തിലുള്ള എല്ലാ ഖനനപാതയിലും ഇത്തരം സംവിധാനങ്ങൾ വരുത്താനുള്ളൊരു പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഫ്രണ്ട്സ് ഫാമിലി ആയിട്ടൊക്കെ കാടുകളിലേക്കൊക്കെ യാത്ര പോകുമ്പോൾ ഒരുപാട് വലിയ രീതിയിൽ പ്ലാസ്റ്റിക് അവിടെ ഡംപ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ഈ മലയാളിയുടെ ഈ ഒരു കൾച്ചറിന് മാറ്റം വരേണ്ടതായിട്ടില്ലേ? ഇത്ര ക്യാമ്പയിൻ നടത്തിയിട്ടും എന്ത് ചെയ്തിട്ടും ഇതിനൊരു വലിയ രീതിയിലുള്ള മാറ്റം വരുന്നില്ല എന്ന് തോന്നിയിട്ടില്ലേ? മാറ്റം സ്വാഭാവികമായിട്ട് വരും. നമ്മളിനി അടുത്തൊരു ആക്ഷൻ ചെയ്യുന്നത് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട്. ഒരു പരിധി പ്രായത്തിലുള്ള ആളുകൾ ഒരിക്കലും മാറ്റം വരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ ആളുകളോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഞാനൊരു മിഠായി കഴിച്ചിട്ട് അതിൻ്റെ കവർ പുറത്ത് കിട്ടാൽ എന്താണെന്നുള്ള. അപ്പോൾ ഇതിലൊരു മാറ്റം വരുത്താൻ പറ്റുക വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്. നമ്മൾ അടുത്തൊരു ആക്ഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നമ്മൾ എന്ത് ചെയ്യും, പരിസ്ഥിതി വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സിലബസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നമ്മൾ ഇനി പഠന വിഷയമാക്കിയിട്ട് നമ്മൾ പോയിട്ട് പഠിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇതുമായി ഇൻട്രസ്റ്റുള്ള ഒരു കൂട്ടം ആളുകളെ മുൻനിർത്തിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ അതിന് ടീച്ചേഴ്സിന് നോക്കും, അവർക്ക് പ്രത്യേകമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കും. ആഴ്ചയിൽ ഒരു ദിവസം 1 മണിക്കൂർ ഇത്തരത്തിലുള്ളൊരു പഠന വിഷയത്തിലൊരു വിഷയമാക്കുകയാണെങ്കിൽ, പരിസ്ഥിതി വിദ്യാഭ്യാസം എന്നുള്ളതൊരു വിഷയമാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും മാറ്റം സംഭവിക്കും. അങ്ങനെ ഒരു മാറ്റം സംഭവിക്കാനുള്ള പരിപാടികളാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, റീക്യാപ്ചർ എർത്ത് എന്ന് പറയുന്നൊരു
ടീമായിട്ട് ഞങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഒരു NGO ആയിട്ട് ഞങ്ങൾ ഫോം ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് കൊണ്ട് ഒറ്റയ്ക്ക് മാത്രം കഴിയുന്ന വിഷയമല്ല കേട്ടോ അത്തരം കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഒരു കൂട്ടം ആളുകൾക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനോട് താല്പര്യമുള്ള ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുത്തിട്ട് ഓരോ ഘട്ടമായിട്ട് നമ്മളിത് പറഞ്ഞു കൊടുക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇത്തരം വിഷയം പഠിച്ചൊരു കുട്ടി ഒരു ഫാമിലിയിൽ ഒരു കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അലസമായിട്ട് ഒരു ലേസ് കഴിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മിഠായി കഴിച്ചിട്ടോ അതിൻ്റെ കവറ് പുറത്തേക്ക് ഇടാൻ ഇനി ആ കുട്ടി സമ്മതിക്കൂല. അത്തരം ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുത്താൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇത്രയും നേരം നമ്മളോട് ഫോട്ടോഗ്രാഫിയെക്കുറിച്ചും കാർഡിനെ കുറിച്ചും സംസാരിച്ചത് VM സാദിഖ് അലി സാറാണ്. അപ്പോൾ സാറിന് ഒരുപാട് നന്ദി.